വീണ്ടും നമ്മൾ കരൂരിലേക്ക് തന്നെ പോകുന്നു. ടി വി കെ നേതാവും നടനുമായ വിജയുടെ കരൂരിലെ പര്യടനത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ എണ്ണം 39 9 കുട്ടികളും 17 സ്ത്രീകളും 13 പുരുഷന്മാരുമാണ് മരിച്ചത്. 111 പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സംസ്ഥാന സർക്കാർ 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും കരൂരിലുണ്ട്. ആന്റണി ജിസ് ജോർജ് ഉണ്ട് വിവരങ്ങളുമായി. ആന്റണി, മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന്, അതായത് സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് എം കെ സ്റ്റാലിനോട് ചോദിച്ചപ്പോൾ അതിന് കൃത്യമായൊരു മറുപടി മുഖ്യമന്ത്രിയും നൽകിയിട്ടില്ല. എന്തായാലും ഉത്തരവാദി ആര് എന്നുള്ള ചോദ്യത്തിൽ ഇപ്പോഴും ഒരു സംശയം അങ്ങനെ തുടരുകയാണ്. തീർച്ചയായും ഇക്കാര്യത്തിൽ അന്വേഷണത്തിന് ഇപ്പോൾ ജുഡീഷ്യൽ കമ്മീഷനെ തന്നെ സർക്കാർ നിയോഗിച്ചിട്ടുണ്ട്. പോലീസിൻ്റെ അന്വേഷണവും ഒരു വഴിക്ക് നടക്കുകയും ചെയ്യുന്നുണ്ട്. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അല്പസമയം രാവിലെ തന്നെ ആശുപത്രിയിലെത്തി ഈ മരിച്ചവർക്ക് അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ പരിക്കേറ്റ ആളുകളെയും അദ്ദേഹം കാണുകയും ചെയ്തിരുന്നു. അതിനുശേഷം മാധ്യമപ്രവർത്തകരോടും അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു. നിലവിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു സംഭവമാണ്, അല്ലെങ്കിൽ ഒരു കാര്യമാണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനമായും എം കെ സ്റ്റാലിൻ പറഞ്ഞിട്ടുള്ളത്. ഇക്കാര്യത്തിൽ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിക്കുകയും ചെയ്തു, വിജയ്ക്കെതിരെ കേസ് എടുക്കുമോ എന്നുള്ള ഒരു കാര്യം. പക്ഷേ ആ ഘട്ടത്തിൽ എം കെ സ്റ്റാലിൻ പറഞ്ഞത്, നിലവിൽ വിജയ്ക്കെതിരെ കേസെടുക്കുമോ എന്നുള്ള കാര്യമൊന്നും പറയാൻ വേണ്ടി കഴിയില്ല. അന്വേഷണം നടക്കുകയാണ്. അന്വേഷണത്തിന് ശേഷം വിജയ്ക്കെതിരെ കേസ് എടുക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ എം കെ സ്റ്റാലിൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്പസമയം മുമ്പ് ADGP അടക്കമുള്ളവർ ഈ ആശുപത്രിയിലേക്ക് എത്തിയിരുന്നു. പോസ്റ്റ്മോർട്ടം നടക്കുന്ന ആശുപത്രിയിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. അദ്ദേഹം പറഞ്ഞത് അന്വേഷണം നടക്കുകയാണ് എന്നുള്ള കാര്യമാണ്. കേസ് അന്വേഷണത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള DGP പറഞ്ഞത് എന്നുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. ഏതായാലും പോലീസും ഇക്കാര്യത്തിൽ പറയുന്ന ഒരു കാര്യം, അത് ഈ അനുമതിക്കപ്പുറത്തേക്കുള്ള ആളുകൾ വന്നത് ഒരു കാര്യം. അതുപോലെ തന്നെ ഈ വിജയുടെ വരവ്, ഈ അപകടം നടന്ന സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ അവിടേക്ക് വിജയ് എത്താൻ വൈകിയതുമാണ് ഈ ദുരന്തത്തിലേക്ക് നയിച്ചത്. വിജയ് ഈ പ്രസംഗ സ്ഥലത്തേക്ക് എത്താൻ വൈകിയതോടുകൂടി അവർക്കവിടെ പലരും രാവിലെ മുതൽ തന്നെ വന്ന് കാത്തു നിൽക്കുന്ന ആളുകളായിരുന്നു. അപ്പോൾ ഇവർക്കൊന്നും ഭക്ഷണം കിട്ടാത്ത സാഹചര്യം ഉണ്ടായി, കുടിവെള്ളം കിട്ടാത്ത സാഹചര്യം ഉണ്ടായി. കുട്ടികളൊക്കെ ആണ് ഉള്ളത്. ഒരു കുടുംബത്തിലെ 3 പേരൊക്കെയാണ് മരിച്ചു പോയിട്ടുള്ളത്. അപ്പോൾ അവർക്കിങ്ങനെ കുടിവെള്ളം അടക്കം കിട്ടാത്ത സാഹചര്യമുണ്ടായി. അങ്ങനെയാണ് ഈ ദുരന്തം ഇത്രത്തോളം പോയതെന്നുള്ള കാര്യമാണ് പോലീസ് പ്രധാനമായും പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. പ്രധാനമായും ഈ സംഘാടകർക്ക് ഇക്കാര്യത്തിൽ വലിയ വീഴ്ച ഉണ്ടായി എന്നുള്ളതാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നടക്കം ഇക്കാര്യത്തിൽ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. 10,000-ഓളം പേർ പങ്കെടുക്കുമെന്ന് പറഞ്ഞ പരിപാടിയാണ്. 12 മണി മുതൽ ഏതാണ്ട് വിജയ് 12 മണിക്ക് അവിടെ എത്തുമെന്ന് പറഞ്ഞൊരു പരിപാടിയാണ്. പക്ഷേ അതൊന്നും പാലിക്കപ്പെട്ടില്ല. വിജയ് എത്തിയത് 5 മണിയോട് കൂടിയാണ്. വിജയ് പ്രസംഗിക്കുന്നത് 7 മണിയോട് കൂടിയാണ്. അപ്പോൾ അത്രയും മണിക്കൂറുകളാണ് അവിടെ ആളുകൾ കനത്ത വെയിലിലും കനത്ത ചൂടിലുമൊക്കെ കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് നമ്മൾ ആ ദൃശ്യങ്ങളിലൊക്കെ കാണുന്ന ഒരു സ്ഥിതിയുണ്ട്. അത് നിരവധി, ഇന്നിപ്പോൾ കരൂർ ടൗൺ ആകെ ഒരു ശവപ്പറമ്പ് കണക്കാണ് കിടക്കുന്നത്. അവിടെ തെന്നിത്തെറിച്ച നിരവധി ഷൂകളും അതുപോലെ തന്നെ ചെരുപ്പുകളും ഒക്കെ നമുക്കവിടെ കാണാൻ വേണ്ടി കഴിയുന്നൊരു സാഹചര്യമുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ ഇപ്പോൾ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. അതിപ്പോൾ TVKയുടെ കരൂർ വെസ്റ്റ് ജില്ലാ സെക്രട്ടറി മതി അഴകൻ അടക്കമുള്ളവർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. നിലവിൽ വിജയ്ക്കെതിരെ കേസ് എടുത്തിട്ടില്ല. കോൺഗ്രസ് അടക്കം വിജയിയെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കോൺഗ്രസും DMKയും BJPയും ഒക്കെ വിജയിയെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം ഇന്നലെ തന്നെ ഉന്നയിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ ആശുപത്രിയിൽ പുരോഗമിക്കുകയാണ്. പല മൃതദേഹങ്ങളുമൊക്കെ വിട്ടുകൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം പൂർത്തിയായ മൃതദേഹങ്ങൾ ഇപ്പോൾ വിട്ട് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുന്നു. 39 മൃതദേഹങ്ങളാണ് ആശുപത്രിയിലുള്ളത്. 111 പേർ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതിൽ 10ഓളം പേരുടെ നില അതീവ ഗുരുതരമാണ് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തേക്ക് വരികയും ചെയ്യുന്നുണ്ട്. ഹൃദയഭേദകമായ വളരെ സങ്കടപ്പെടുത്തുന്ന കാഴ്ചകളാണ് ഇപ്പോഴും ആശുപത്രിയിൽ നിന്ന് കാണാൻ വേണ്ടി കഴിയുന്നത് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യമെന്ന് പറയുന്നത്. പലരും നമുക്കറിയാം വിജയ് എന്ന സൂപ്പർ താരത്തെ കാണാൻ വേണ്ടി വന്നവരാണ്, കുട്ടികളാണ്. അതിലേറ്റവും വേദനാജനകമായ കാര്യമെന്ന് പറയുന്നത്
കുട്ടികളാണ് മരിച്ചവരിൽ 9 പേർ എന്നുള്ളതാണ്. അതിലൊരു 1.5 വയസ്സുകാരിയായ കുഞ്ഞും ഉണ്ട് എന്നുള്ളതും ഒരു വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് പറയുന്നത്. അതിൽ 9 കുട്ടികളാണ് മരിച്ചിട്ടുള്ളത്. നിരവധി കുട്ടികൾ ഈ ദുരന്തത്തിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. 13 പുരുഷന്മാർ മരിച്ചു, 17 സ്ത്രീകൾ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വലിയ ഒരു ദുരന്തം തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും വിജയ് ഇക്കാര്യത്തിൽ മറ്റൊരു തരത്തിലുള്ള പ്രതികരണം നടത്തിയിട്ടില്ല. വിജയ് പറഞ്ഞത് ഹൃദയം തകരുന്നു, സഹിക്കാൻ കഴിയാത്ത വേദനയാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് വിജയ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. ഏതായാലും ഇപ്പോൾ കേന്ദ്ര സർക്കാരടക്കം ഇക്കാര്യത്തിൽ വിശദമായി റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിനോട് തേടുകയും ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഇപ്പോഴും അവിടെ തുടരുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായുള്ളത്. അതായത് വിജയുടെ ഭാഗത്തു നിന്ന് വന്ന അല്ലെങ്കിൽ ആ സംഘാടനത്തിൽ വന്ന പിഴവ് തന്നെയാണ് ഇക്കാര്യത്തിൽ പോലീസ് അടക്കം വീഴ്ചയായി ചൂണ്ടിക്കാണിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. കാരണം ഈ വിജയ് എത്തേണ്ട സമയത്ത് എത്തിയില്ല. മാത്രമല്ല, അനുമതി തേടുമ്പോൾ സ്വീകരിക്കേണ്ട കാര്യങ്ങൾ ഒന്നും സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അത്തരത്തിൽ 2 മണിക്കൂറുകൾ വൈകിയാണ് വിജയ് അവിടേക്ക് എത്തുന്നത്. അങ്ങനെ കാത്തു നിന്ന ആളുകൾക്ക് വെള്ളം കിട്ടിയില്ല, ഭക്ഷണം കിട്ടിയില്ല. അങ്ങനെ അവർക്ക് അവിടെ കുഴഞ്ഞു വീഴുന്ന സാഹചര്യമാണ് ഉണ്ടായത്. കഴിഞ്ഞ ദിവസം, അതായത് 10,000 പേർക്കുള്ള അനുമതിയാണ് തേടിയത്. പക്ഷേ പങ്കെടുക്കാനെത്തിയത് 1 ലക്ഷത്തോളം പേരാണ്. കഴിഞ്ഞ 25-നാണ് കരൂർ SP-ക്ക് TVK അനുമതി തേടിയുള്ള കത്ത് നൽകുന്നത്. അതിൽ വിജയ് റോഡ് വഴി യാത്ര ചെയ്യും, അതുപോലെ തന്നെ ബാനറുകൾ, ഫ്ലെക്സ് ബോർഡുകൾ, ഉച്ചഭാഷിണി എന്നിവ സ്ഥാപിക്കാൻ അനുമതി നൽകണം എന്നിവ ആവശ്യപ്പെട്ടായിരുന്നു ഈ കത്ത് പറഞ്ഞിരുന്നത്. ആ കത്തിൽ പറഞ്ഞിരുന്നത് ഒരു എഞ്ചിനീയർ ഈ സമ്മേളന വേദി പരിശോധിച്ചിട്ടുണ്ട്. 1,20,000 ചതുരശ്ര അടി വിസ്തൃതിയുള്ള പ്രദേശത്ത് 60,000 പേർക്ക് വരാൻ സാധിക്കുമെന്നും കത്തിൽ പറയുന്നുണ്ട്. പക്ഷേ പാർട്ടി 10,000 പേരെ മാത്രമേ യോഗത്തിലേക്ക് പ്രതീക്ഷിക്കുന്നുള്ളൂ. അതിനാൽ മറ്റു പ്രശ്നങ്ങളില്ല, യോഗത്തിന് അനുമതി നൽകണമെന്നും കത്തിൽ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഈ ഉറപ്പുകൾക്ക് പിന്നാലെയാണ്, അല്ലെങ്കിൽ ഇത്തരമൊരു ഉറപ്പിന് പിന്നാലെയാണ് പോലീസ് നിബന്ധനകളോടെ അനുമതി നൽകിയത്. പക്ഷേ അതായത് 10,000 പേർക്ക് അനുമതി തേടിയെടുത്ത് വന്നത് 1 ലക്ഷത്തോളം ആളുകളാണ്. 6 മണിക്കൂറോളമാണ് ആൾക്കാർ ഇങ്ങനെ കാത്തു നിൽക്കേണ്ടി വന്നത്. ആ ടൗൺ അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇത്തരത്തിൽ ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 12 മണിയോടുകൂടി വിജയ് എത്തുമെന്ന് പറഞ്ഞിടത്താണ് 7 മണിയോടുകൂടി വിജയ് പ്രസംഗം ആരംഭിക്കുന്നത്. അതിനിടയിൽ ഈ വെള്ളം കിട്ടാതെയൊക്കെ ആളുകൾ വലിയ രീതിയിൽ വലയുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ നമ്മൾ ആ ദൃശ്യങ്ങളിലൊക്കെ കണ്ടിരുന്നു വിജയ് ആ വെള്ളം കുപ്പികൾ വണ്ടിയിൽ നിന്നെടുത്ത് ഈ ആൾക്കൂട്ടത്തിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നത്. സ്വാഭാവികമായ അത് വലിയ ഒരു വീഴ്ച തന്നെയാണ്. കാരണം വെള്ളം കിട്ടാതെ നിൽക്കുന്ന ഒരു ജനത്തിൻ്റെ ഇടയിലേക്കാണ് വെള്ളക്കുപ്പികൾ വലിച്ചെറിഞ്ഞു കൊടുത്തത്. സ്വാഭാവികമായും ആ കുപ്പിക്ക് വേണ്ടിയുള്ള ഒരു തിക്കും തിരക്കും അവിടെ ഉണ്ടാകും. അതവർക്ക് വലിയ രീതിയിലുള്ള ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നതിലേക്ക് വഴിവെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഏതായാലും വിജയ്ക്കെതിരെ ഇപ്പോൾ ശക്തമായ വിമർശനം ഉയരുന്നുണ്ട്. വിജയെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യമാണ് കോൺഗ്രസും അതുപോലെ തന്നെ DMKയും അടക്കമുള്ള പാർട്ടികൾ ഉന്നയിക്കുന്നത്. CPM ഇക്കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇവർക്കെതിരെ സ്വമേധയായി സംഭവത്തിൽ ഹൈക്കോടതി സ്വമേധയാ കേസെടുക്കണം, ഉത്തരവാദികളെ നിയമത്തിന് മുന്നിലെത്തിക്കണമെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള P. ഷൺമുഖം ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ജനങ്ങളെ മണിക്കൂറുകളോളം ഇങ്ങനെ വെയിലത്ത് കാത്തു നിർത്തിയ TVKയുടെ നേതാക്കളാണ്, വിജയും TVK നേതാക്കളുമാണ് ദുരന്തത്തിന് ഉത്തരവാദി എന്നാണ് DMK ആരോപിക്കുന്നത്. അതുപോലെ തന്നെ ഈ BJPയും അണ്ണാദുരൈ, BJPയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് അണ്ണാദുരൈയും ഇത്തരത്തിൽ ഈ കേസ് വിജയ്ക്കെതിരെ എടുക്കണമെന്നുള്ളതാണ്. സംഘാടകരുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലൊരു വീഴ്ച വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ സർക്കാരിന് വീഴ്ച ഉണ്ടായിട്ടുണ്ട്. സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാത്ത സർക്കാരിനെതിരെ വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യമാണ് ഇക്കാര്യത്തിൽ ഈ BJP ഉന്നയിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഏതായാലും വലിയ ദുരന്തം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ ആശുപത്രിയിൽ പുരോഗമിക്കുകയും ചെയ്യുകയാണ്.
ശരി ആന്റണി, എന്തായാലും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ റാലികൾ നമ്മൾ മുൻപും കണ്ടിട്ടുണ്ട്. കേരളത്തിലും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ റാലികളൊക്കെ നമ്മൾ കണ്ടതാണ്. ആ ഒരു രാഷ്ട്രീയ റാലിയൊക്കെ, ഇത്രയും വലിയൊരു രാഷ്ട്രീയ റാലിയൊക്കെ സാധാരണ കേരളത്തിലൊക്കെ വരുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ ജനങ്ങളെയൊക്കെ നിയന്ത്രിക്കുക ആ ഒരു ജില്ലയിലെ പ്രാദേശിക നേതാവായിരിക്കും, അല്ലെങ്കിൽ അത്രയും ജനങ്ങളുടെ പിന്തുണ അത്രത്തോളമുള്ള നിരവധി നേതാക്കളൊക്കെ തന്നെയുണ്ട്. അവർക്ക് തന്നെയായിരിക്കും ആ പാർട്ടിയെ പ്രതിനിധീകരിച്ച് ആ ഒരു ജനത്തെ നിയന്ത്രിക്കുക. എന്നാൽ ഇവിടെ വരുമ്പോൾ TVK അധ്യക്ഷൻ വിജയ് കഴിഞ്ഞാൽ പിന്നെ ഒരു നേതാവ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു നേതാവിൻ്റെ പേര് നമുക്കിനിയും അങ്ങനെ കിട്ടിയിട്ടില്ല. അത്തരത്തിലുള്ള പേരുകളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അതോടൊപ്പം അത്തരത്തിൽ ഒരു നേതൃപാടവം നയിക്കുന്ന ഒരു നേതാവിൻ്റെ സാന്നിധ്യമൊന്നും കഴിഞ്ഞ ദിവസത്തെ ആ റാലിക്കിടെ കണ്ടില്ല. അല്ലെങ്കിൽ ജനങ്ങളെ നിയന്ത്രിക്കാൻ ആ ഒരു സമയത്ത് പോലും, ആ ഒരു നിമിഷം പോലും സാധിച്ചില്ല. അതുതന്നെയാണ് ഈ ദുരന്തത്തിലേക്ക് നയിച്ചതും എന്നുകൂടി ഉറപ്പിച്ചു പറയാം അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഈ തിരുച്ചിറപ്പള്ളി, അല്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിക്രമവാണ്ടിയിലാണ് ആദ്യത്തെ സമ്മേളനം TVK സംഘടിപ്പിക്കുന്നത്. ആ സമ്മേളനത്തിലടക്കം ഇത്തരത്തിൽ നിരവധി പരാതികൾ ഉയർന്നിരുന്നു. കാരണം ആളുകൾ ഇങ്ങനെ മണിക്കൂറുകൾ കാത്തു നിന്നിരുന്നു. അവർക്ക് പലർക്കും ദേഹാസ്വാസ്ഥ്യം, വെള്ളവും ഭക്ഷണവും ഒക്കെ കിട്ടാതെ ആളുകൾക്ക് ദേഹാസ്വാസ്ഥ്യമൊക്കെ ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. ആ ഘട്ടത്തിൽ വലിയ രീതിയിലുള്ള പരാതി ഉയർന്നിരുന്നു. ഈ പരാതികൾക്ക് പിന്നാലെയാണ് പിന്നീടുള്ള പരിപാടികളിലൊക്കെ ഭക്ഷണവും വെള്ളമൊക്കെ ഉറപ്പാക്കാൻ തുടങ്ങിയത്. ഇനിയിപ്പോൾ തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് ഈ വിജയുടെ സംസ്ഥാന പര്യടനം ആരംഭിച്ച ആ ഘട്ടത്തിൽ, അത് നമ്മളന്ന് കണ്ടതാണ്. ആ പര്യടനം തുടങ്ങിയ ദിവസം വലിയ തിരക്ക്, കിലോമീറ്ററുകളൊക്കെ വിജയ്ക്ക് മുന്നോട്ട് പോകാൻ വലിയ മണിക്കൂറുകൾ എടുക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, പൊതിഞ്ഞാണ് ആൾക്കൂട്ടം ആ വഴികളിലൂടെയൊക്കെ വിജയിയെ കാണാൻ വേണ്ടി എത്തിയത്. അവർ ഈ ട്രാൻസ്ഫോമറുകളുടെയും അതുപോലെ തന്നെ കെട്ടിടങ്ങളുടെയും മരത്തിൻ്റെയും ഒക്കെ മുകളിൽ ഈ ലൈൻ കമ്പികളൊക്കെ കടന്നു പോകുന്ന മേഖലകളിലൊക്കെയാണ് ഇവർ കയറി നിന്നിരുന്നത്. അപ്പോൾ വലിയ രീതിയിലുള്ള അപകട സാധ്യതകളിലൊക്കെയാണ് അന്നും ജനമുണ്ടായിരുന്നത്. ആ ഘട്ടത്തിൽ പോലീസ് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. അതുപോലെ തന്നെ കോടതി അടക്കം ചോദ്യങ്ങളും വിജയനോട് ചോദിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അതൊന്നും പാലിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 10,000 പേർ മാത്രം പങ്കെടുക്കും, അതിനുള്ള നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിടത്താണ് അതൊന്നും പാലിക്കാതെ ഈ ദുരന്തത്തിലേക്ക് വഴി വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അതായത് ഈ ദുരന്തം ഇത്തരത്തിൽ ഈ ഒരു രാഷ്ട്രീയ നേതാവായി ഇറങ്ങുമ്പോൾ വിജയ് എന്ന സൂപ്രധാനമാണ് വരുന്നത് എന്നുള്ള ഒരു കണക്ക് കൂട്ടൽ ഈ സംഘടകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാതെ പോയി എന്നുള്ള കാര്യത്തിൽ കൃത്യമായി തന്നെ വ്യക്തത നമുക്ക് പറയാൻ വേണ്ടി കഴിയും. മാത്രമല്ല, വിജയ് കളിദാസ് സൂചിപ്പിച്ചതുപോലെ TVK സംബന്ധിച്ച് വിജയ് എന്ന നേതാവാണ് ഉള്ളത്. പിന്നീട് അങ്ങനെ വലിയ എടുത്തു പറയേണ്ട നേതാക്കൾ ആരും തന്നെ ഇല്ല എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇവർക്ക് ഈ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിലടക്കം ഒരു പരിചയക്കുറവിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു. സാധാരണ നമ്മൾ രാഷ്ട്രീയ പരിപാടികളിലൊക്കെ കൃത്യമായ ഒരു അനുമതി ഉണ്ടെങ്കിൽ പോലീസിൻ്റേതനുസരിച്ചുള്ള പ്രവർത്തനം നടത്താറുണ്ട്. പക്ഷേ അതൊന്നും ഇക്കാര്യത്തിൽ ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ ഘട്ടത്തിലൊക്കെ രാഷ്ട്രീയമായി അതിനെ നേരിടുന്ന ഒരു സാഹചര്യം വിജയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. MK സ്റ്റാലിനെ അടക്കം വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യം. ഇന്നലെയും ഈ കരൂരിലെ ഈ റാലിയൊക്കെ നടക്കുന്ന ഘട്ടത്തിൽ DMKക്കെതിരെ അതിരൂക്ഷ വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു വിജയ്. രാഷ്ട്രീയമാണ് ഇതിന് പിന്നിൽ, തൻ്റെ യാത്രയ്ക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിൽ അല്ലെങ്കിൽ സുരക്ഷ ഒരുക്കാത്തതിൻ്റെ ഒക്കെ കാരണം ഈ രാഷ്ട്രീയമാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ വൈരാഗ്യമാണെന്നുള്ള കാര്യമൊക്കെ വിജയ് ഉന്നയിക്കുകയും ചെയ്തിരുന്നു ഈ പ്രസംഗങ്ങളിലെല്ലാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇക്കാര്യത്തിൽ വലിയ ഒരു പരിചയക്കുറവിൻ്റെ ഒക്കെ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും അത് വലിയൊരു ദുരന്തത്തിലേക്ക് നയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി, ആന്റണി ജിസ് ജോർജാണ് വിവരങ്ങൾ നൽകിയത്. കരൂരിൽ TVK അധ്യക്ഷൻ വിജയുടെ പര്യടന റാലിക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് 39 പേരാണ് മരിച്ചത്. 17 സ്ത്രീകൾ, 13 പുരുഷന്മാർ, 9 കുട്ടികൾ, ഇതിൽ 2 ഗർഭിണികളും ഉൾപ്പെടുന്നു എന്നുള്ളതും കൂടിയുണ്ട്. 111 പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. നിരവധി പേരുടെ അവസ്ഥ ഗുരുതരമാണ്. കണ്ണീർ കാഴ്ചയാണ് കരൂരിൽ കാണാൻ സാധിക്കുന്നത്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സംസ്ഥാന സർക്കാർ 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പരിക്കേറ്റവർക്ക് 1 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിൻ്റെയൊക്കെ ആഘാതം എങ്ങനെയാണ് നേരിടുക എന്നുള്ളതിനെ സംബന്ധിച്ചാണ് നമുക്ക് ഏറ്റവും അധികം ആശങ്കയുള്ളത്. ആരാണ് ഇതിൻ്റെ ഉത്തരവാദി?
TVK അധ്യക്ഷൻ വിജയ് സൂചിപ്പിക്കുന്ന പോലെ സർക്കാരാണോ, അല്ലെങ്കിൽ മറ്റ് പാർട്ടികൾ സൂചിപ്പിക്കുന്ന പോലെ വിജയ് ആണോ, TVK നേതൃത്വമാണോ എന്നുള്ളതിലൊക്കെ ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും TVK നേതൃത്വത്തിന് ഇത്തരത്തിലൊരു മഹാറാലി നിയന്ത്രിക്കാനുള്ള ഒരു കഴിവ് ആയിട്ടില്ല എന്ന് തന്നെ നമുക്ക് ഈ ഒരു സംഭവത്തിൽ നിന്ന് പറയാൻ സാധിക്കും. അല്ലെങ്കിൽ വിജയ് കഴിഞ്ഞാൽ TVK നേതൃത്വം ഇല്ല, അല്ലെങ്കിൽ TVK എന്ന പാർട്ടിക്ക് നിലനിൽപ്പില്ല എന്നുള്ളതും കൂടിയാണ് നമുക്കിതിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്നത്. എന്തായാലും ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച സാഹചര്യം കൂടിയുണ്ട്. റിട്ടയേർഡ് ജഡ്ജി അരുണ ജഗദീശനാണ് ഇതിനെ സംബന്ധിച്ച്. അരുണ ജഗദീശൻ്റെ നേതൃത്വത്തിലാണ് ഒരു ജുഡീഷ്യൽ അന്വേഷണം അടക്കം ഉണ്ടാവുക. നിരവധി നേതാക്കൾ കരൂരിൽ എത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ കരൂരിലുണ്ട്. കുടുംബങ്ങളെ അടക്കം സന്ദർശിച്ചിരിക്കുന്നു. പോസ്റ്റ്മോർട്ടം പൂർത്തിയായ മൃതദേഹങ്ങളൊക്കെ വിട്ടു നൽകുന്ന നടപടികളിലേക്കുമൊക്കെ തന്നെ കടന്നിരിക്കുന്നു. പ്രധാനമന്ത്രി അടക്കം രാഷ്ട്രപതി അടക്കം അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. TVK അധ്യക്ഷൻ വിജയ് അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹൃദയം നുറുങ്ങുന്ന വേദന എന്നുള്ളതും കൂടിയാണ് വിജയ് ട്വിറ്ററിൽ Xൽ കുറിച്ചത്. രാഷ്ട്രപതിയും അത്തരത്തിൽ തന്നെയാണ് ഈ ഒരു അനുശോചനം രേഖപ്പെടുത്തിയത്. പ്രധാനമന്ത്രിയും അങ്ങനെ തന്നെയാണ്. ഇതിനിടയിൽ ഇതിനെ ഒരു രാഷ്ട്രീയമായുധമാക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. വരും മണിക്കൂറുകളിൽ ഈ ഒരു സംഭവത്തെ എത്തരത്തിലായിരിക്കും, ഈ സംഭവത്തിന് എങ്ങനെയായിരിക്കും ഒരു ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ടാവുക എന്നുള്ളതൊക്കെ നമുക്ക് കാണേണ്ടതാണ്. നിലവിലെ സാഹചര്യത്തിൽ മദ്രാസ് ഹൈക്കോടതി വിജയ്ക്കെതിരെ സ്വമേധയാ കേസെടുക്കണം എന്നുള്ള നിലപാടടക്കം നിരവധി രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിച്ചു കഴിഞ്ഞു.